ഇത്തവണ ബീഹാർ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. നേതൃത്വത്തിലുള്ള എൻ.ഡി.എ സഖ്യം വലിയ വിജയമാണ് നേടിയത്. ബി.ജെ.പി. മാത്രം 101 സീറ്റിൽ മത്സരിച്ച് 89 സീറ്റ് നേടി. അതായത് 88% ബി.ജെ.പിയുടെ സ്ട്രൈക്ക് റേറ്റ്. പക്ഷെ ഈ സമയത്തും 12 ബി.ജെ.പി. സ്ഥാനാർത്ഥികൾ പരാജയപ്പെട്ടു എന്നുള്ളതാണ് കാര്യം. ഈ 12 സീറ്റ് എവിടേക്കാണ് നമുക്ക് പരിശോധിക്കാം. 12 സീറ്റിൽ 4 സീറ്റിൽ ബി.ജെ.പി. തോൽക്കുന്നത് 1000-ൽ താഴെ വോട്ടിലാണ്. 10 സീറ്റിൽ തോൽക്കുന്നത് 10,000-ൽ താഴെ വോട്ടിന്. ബാക്കി 2 സീറ്റിലാണ് ബി.ജെ.പി. വലിയ മാർജിന് പരാജയപ്പെടുന്നത്. മഹാഗഡ്ബന്ധന്റെ രാഷ്ട്രീയ സഖ്യത്തിന്റെ അടിത്തറ മുസ്ലിം യാദവ വോട്ടർമാരാണ്. ഈ മുസ്ലിം യാദവ വോട്ടർമാരുടെ ഒരു അടിത്തറയിലാണ് RJD വളർത്തിയെടുത്തിരിക്കുന്നതും അതേപോലെ തന്നെ മുസ്ലിം വോട്ടർമാരുടെ ഇടയിലാണ് കോൺഗ്രസിനും നല്ല സ്വാധീനമുള്ളത്. എന്നാൽ മുസ്ലിം വോട്ടർമാർ കൂടുതലുള്ള സീമാഞ്ചൽ മേഖലയിലും ബി.ജെ.പി. JDU സഖ്യം കാര്യമായ വിജയം നേടിയിട്ടുണ്ട്. ഇത് ഒന്ന്, മുസ്ലിം വോട്ടർമാർ JDUവിന് കാര്യമായി വോട്ട് ചെയ്തു. ബി.ജെ.പിക്കും വിജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ബി.ജെ.പിക്കും മുസ്ലിങ്ങളുടെ ഇടയിൽ സ്വാധീനം നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ മുസ്ലിം പോളറൈസേഷന്റെ ഒരു കൗണ്ടർ പോളറൈസേഷൻ നടന്നതുകൊണ്ടും ആണ് ബി.ജെ.പി. വിജയിച്ചത് എന്ന് കരുതുന്നവരുമുണ്ട്. അതിൽ തന്നെ 4 സീറ്റ് ബി.ജെ.പി. തോറ്റത് സീമാഞ്ചൽ മേഖലയിലാണ്, അതായത് മുസ്ലിം ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളിൽ. 2 സീറ്റ് തോറ്റത് മിഥില കോസി പ്രദേശങ്ങളിലാണ്. ബാക്കി 6 സീറ്റുകൾ 4 പ്രദേശങ്ങളായിട്ട് ചെതറിക്കിടക്കാണ്. സരൺ, ചമ്പാരൻ, മഗധ്, തെരഹട്ട് തുടങ്ങിയ പ്രദേശങ്ങളായിട്ടാണ് ബാക്കി 6 സീറ്റുകൾ കിടക്കുന്നത്. ഇതിൽ തന്നെ ഏറ്റവും ചുരുങ്ങിയ വോട്ടിന് ബി.ജെ.പി. തോറ്റത് 30 വോട്ടിന് തോറ്റ റാങ്കർ സീറ്റിലാണ്. ഇവിടെ BSP സ്ഥാനാർത്ഥിയോടെയാണ് ബി.ജെ.പി. സ്ഥാനാർത്ഥി 30 വോട്ടിന് പരാജയപ്പെട്ടത്. അതുപോലെ തന്നെ ധാക്ക എന്ന് പറയുന്ന മണ്ഡലത്തിൽ RJD സ്ഥാനാർത്ഥിയോട് ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥി തോറ്റത് 178 വോട്ടിനാണ്. സീമാഞ്ചൽ മേഖലയിൽ ഫോസ്ഗഞ്ചിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയോട് ബി.ജെ.പി. പരാജയപ്പെട്ടത് 221 വോട്ടിനാണ്. ഇതൊക്കെയാണ് നേരിയ വോട്ടുകൾക്ക് ബി.ജെ.പി. പരാജയപ്പെട്ട സീറ്റുകൾ. അതേസമയത്ത് കിഷൻഗഞ്ചിൽ, മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായ കിഷൻഗഞ്ചിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ഖമറുൽ ഇസ്ലാം ബി.ജെ.പി. സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കുന്നത് 12,974 വോട്ടിനാണ്. ഇതൊരു സാമാന്യം നല്ല മാർജിനാണ്. പൂർണിയ ജില്ലയിലെ ബൈസി മണ്ഡലത്തിൽ AIMIM സ്ഥാനാർത്ഥിയോടാണ് ബി.ജെ.പി. പരാജയപ്പെടുന്നത്. കിഷൻഗഞ്ചിലെ കൊച്ചാദമൻ മണ്ഡലത്തിൽ ബി.ജെ.പി. സ്ഥാനാർത്ഥി ബീനാദേവി ആണ് ഏറ്റവും വലിയ പരാജയം നേരിട്ടത്. അവിടെ AIMIM സ്ഥാനാർത്ഥി സർവർ ദുലമിനോട് ബി.ജെ.പി. സ്ഥാനാർത്ഥി പരാജയപ്പെടുന്നത് 37,002 വോട്ടിനാണ്. ബീഹാറിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിന് ബി.ജെ.പി. തോറ്റ മണ്ഡലമാണ് ഇത്. കഴിഞ്ഞ തവണ ബി.ജെ.പി. വലിയ നേട്ടം കൈവരിച്ച സഹർസ മേഖലയിൽ 5-ൽ 4 സീറ്റും നേടിയ ആ സ്ഥലത്ത് സഹർസയിൽ ബി.ജെ.പി. സ്ഥാനാർത്ഥി IIP സ്ഥാനാർത്ഥിയോട് ഇത്തവണ 2038 വോട്ടിനാണ് തോറ്റത്. ചെമ്പത്തിയ മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയോട് 602 വോട്ടിനാണ് ബി.ജെ.പി. പരാജയപ്പെട്ടത്. അതേപോലെ തന്നെ മഗധ് പ്രദേശത്തെ ഗോഹിൽ RJD സ്ഥാനാർത്ഥിയോട് ബി.ജെ.പി. തോൽക്കുന്നത് 4041 വോട്ടിനാണ്. കിഴക്കൻ ബീഹാറിലെ വാർസലിംഗഞ്ച് മണ്ഡലത്തിൽ RJD സ്ഥാനാർത്ഥിയോട് തോൽക്കുന്നത് 7543 വോട്ടിനും. രാഘവ്പൂരാണ് ബി.ജെ.പി. തോറ്റ മറ്റൊരു മണ്ഡലം. അവിടെ 14,532 വോട്ടിനാണ് തേജസ്വി യാദവിനോട് ബി.ജെ.പി. പരാജയപ്പെടുന്നത്. പക്ഷെ ഇത് ലാലു പ്രസാദ് യാദവിന്റെയും അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യയും മുഖ്യമന്ത്രിയായിരുന്ന റാബ്രി ദേവിയുടെയും അതുപോലെ തന്നെ തേജസ്വി യാദവും ഒക്കെ തന്നെ കുത്തകയായിട്ട് ജയിച്ചു വരുന്ന മണ്ഡലമാണ് രാഘവ്പൂർ. ഇത്തവണ ബി.ജെ.പിയെ അവർക്ക് പരാജയപ്പെടുത്താൻ കഴിഞ്ഞത് 14,532 വോട്ടിനാണ്. കൗണ്ടിംഗ് നടക്കുന്നതിനിടയിൽ പലതവണ RJD സ്ഥാനാർത്ഥി പിറകിൽ പോകുന്നതും നമ്മൾ കണ്ടതാണ്. ബൈസി മണ്ഡലത്തിൽ ബി.ജെ.പി. തോൽക്കുന്നത് 27,251 വോട്ടിനാണ്. ഇവിടെ AIMIM തോൽക്കുന്നത്. ഇതൊക്കെയാണ് ഈ 12 സീറ്റുകളിലാണ് ബി.ജെ.പി. പരാജയപ്പെട്ടത്. പക്ഷേ ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ വലിയൊരു വിജയമാണ്. 2010-ലാണ് ഇതുപോലെ ഒരു വലിയൊരു വിജയം ബി.ജെ.പി. നേടിയത്. ഏതാണ്ട് മത്സരിച്ച കൂടുതൽ സീറ്റുകളും ജയിച്ചു. ഇത്തവണ 95 സീറ്റുകൾ വരെ ബി.ജെ.പി. ലീഡ് നേടിയതാണ്. പക്ഷേ ഈ 30-ഉം അതേപോലെ തന്നെ 178 വോട്ടുകൾക്കൊക്കെ ബി.ജെ.പിയുടെ 4 സ്ഥാനാർത്ഥികൾ 1000-ൽ താഴെ വോട്ടുകൾക്ക് പരാജയപ്പെടുകയായിരുന്നു ചെയ്തത്.